എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 2 പരീക്ഷയിലെ പാർട്ട് 1 സോഷ്യൽ സയൻസ് സംബന്ധമായ ചോദ്യങ്ങളാണ്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 31 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങളാണ്. 31ാമത്തെ ചോദ്യം: താഴെ തന്നിട്ടുള്ളവയിൽ 2011 സെൻസസ് പ്രകാരം സ്ത്രീകൾക്ക് അനുകൂലമായ ലിംഗാനുപാതം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ 2011 സെൻസസ് പ്രകാരം സ്ത്രീകൾക്ക് അനുകൂലമായ ലിംഗാനുപാതം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? എ തമിഴ്നാട്, ബി കേരളം, സി ബീഹാർ, ഡി ഗുജറാത്ത്. ബി ആണ് ഉത്തരം, കേരളം. 32. മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? റിവർ മഹാനദി ഒറിജിനേറ്റ്സ് ഫ്രം എ പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സ്, ബി മൈക്കല നിര മൈക്കല റേഞ്ച്, സി മഹാബലേശ്വർ, ഡി ബ്രഹ്മഗിരി. ഉത്തരം ബി ആണ്, മൈക്കല നിര. മൈക്കല റേഞ്ചിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. 33. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? The ruler of Travancore who declared the temple entry proclamation. A. ശ്രീ ചിത്തിര തിരുനാൾ, ബി ശ്രീമൂലം തിരുനാൾ, സി ആയില്യം തിരുനാൾ, ഡി സ്വാതി തിരുനാൾ. ഉത്തരം എ ആണ്, ശ്രീ ചിത്തിര തിരുനാൾ. 34. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹമേത്? ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഈസ് എ ഭൂമി, ബി ബുധൻ അഥവാ മെർക്കുറി, സി വ്യാഴം അഥവാ ജൂപ്പിറ്റർ, ഡി ശനി അഥവാ സാറ്റേൺ. ഉത്തരം സി ആണ്, വ്യാഴം അഥവാ ജൂപ്പിറ്റർ. സി ആണ് ഉത്തരം. 35. ശിലായുഗ സംസ്കാരത്തിന്റെ ചില സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ പുരാതന ശിലായുഗവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ശിലായുഗ സംസ്കാരത്തിന്റെ ചില സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ പുരാതന ശിലായുഗവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? Some features of Stone Age culture are given below. Which among them is closely related to Paleolithic age? A. പരുക്കൻ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു. റഫ് സ്റ്റോൺ വെപ്പൺസ് ആൻഡ് ടൂൾസ് യൂസ്ഡ്. ബി സ്ഥിരതാമസം തുടങ്ങി. സെറ്റിൽഡ് ലൈഫ് ബിഗാൻ. സി കൃഷി ആരംഭിച്ചു. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്. ഡി മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു. പോട്ടറി മേക്കിംഗ് കമൻസ്ഡ്. ഉത്തരം എ ആണ്, പരുക്കൻ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു. ഇതിൽ പാലിയോലിത്തിക് ഏജുമായി ബന്ധമുള്ളത് പരുക്കൻ ശിലായുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചു എന്നതാണ്. റഫ് സ്റ്റോൺ വെപ്പൺസ് ആൻഡ് ടൂൾസ് യൂസ്ഡ്. 36. ഭൂമിയുടെ മാൻഡിൽ എത്ര താഴ്ച വരെ വ്യാപിച്ചിരിക്കുന്നു? ഭൂമിയുടെ മാൻഡിൽ എത്ര താഴ്ച വരെ വ്യാപിച്ചിരിക്കുന്നു? എർത്ത് മാൻഡിൽ എക്സ്റ്റെൻസ് അപ് ടു എ ഡെപ്ത് ഓഫ് എ 3400 കിലോമീറ്റർ, ബി 2900 കിലോമീറ്റർ, സി 6400 കിലോമീറ്റർ, ഡി 60 കിലോമീറ്റർ. ഉത്തരം ബി ആണ്, 2900 കിലോമീറ്റർ. ഭൂമിയുടെ മാൻഡിൽ 2900 കിലോമീറ്റർ താഴ്ച വരെ വ്യാപിച്ചിരിക്കുന്നു. ബി ആണ് ഉത്തരം. 37. സമരാത്ര ദിനങ്ങളെ സൂചിപ്പിക്കുന്ന ജോഡി ഏതാണ്? സമരാത്ര ദിനങ്ങളെ സൂചിപ്പിക്കുന്ന ജോഡി ഏത്? Which among the following pairs of days are equinox?
എ മാർച്ച് 21 ജൂൺ 21, ബി ജൂൺ 21 സെപ്റ്റംബർ 23, സി സെപ്റ്റംബർ 23 ഡിസംബർ 22, ഡി മാർച്ച് 21 സെപ്റ്റംബർ 23. ഉത്തരം ഡി ആണ്. മാർച്ച് 21 സെപ്റ്റംബർ 23 ഇവയാണ് ഇക്വിനോക്സ് അഥവാ സമരാത്ര ദിനങ്ങൾ. മാർച്ച് 21 സെപ്റ്റംബർ 23. ഡി ആണ് ഉത്തരം. 38. തെക്കേ ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ ശേഷം ഇന്ത്യയിൽ ഇടപെട്ട ആദ്യ സമരം ഏതായിരുന്നു? തെക്കേ ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ ശേഷം ഇന്ത്യയിൽ ഇടപെട്ട ആദ്യ സമരം ഏതായിരുന്നു? വിച്ച് വാസ് ദ ഫസ്റ്റ് സ്ട്രഗിൾ ഇൻ വിച്ച് ഗാന്ധിജി ഇൻവോൾവ്ഡ് ആഫ്റ്റർ റിട്ടേണിംഗ് ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക? എ അഹമ്മദാബാദ് തുണിമിൽ സമരം, ബി നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സി ചമ്പാരൻ സത്യാഗ്രഹം, ഡി ഖേദ സത്യാഗ്രഹം. ഉത്തരം സി ആണ്, ചമ്പാരൻ സത്യാഗ്രഹം. തെക്കേ ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ ശേഷം ഇന്ത്യയിൽ ഇടപെട്ട ആദ്യ സമരം ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. സി ആണ് ഉത്തരം. 39. ഏത് ദിവസമാണ് ഭൗമദിനമായി ആചരിക്കുന്നത്? എർത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ എ ഏപ്രിൽ 22, ബി ജൂൺ 5, സി ഡിസംബർ 5, ഡി സെപ്റ്റംബർ 16. ഉത്തരം എ ആണ്, ഏപ്രിൽ 22. ഏപ്രിൽ 22 ആണ് ഭൗമദിനമായി അഥവാ എർത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എ ആണ് ഉത്തരം. 40. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിന്റെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം? വൈറ്റ് റെവല്യൂഷൻ റിലേറ്റ്സ് ടു ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് എ ഗോതമ്പ്, ബി അരി, സി പാൽ, ഡി മുട്ട. ഉത്തരം സി ആണ്, പാൽ, മിൽക്ക്. പാലിന്റെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ. സി ആണ് ഉത്തരം. 41. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? വിച്ച് വൺ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം? എ ജമീന്ദാർമാരാണ് നികുതി പിരിച്ചിരുന്നത്, ബി കർഷകർ ഉൽപാദനത്തിന്റെ 60% നികുതിയായി നൽകണം, സി നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ കർശനമായും നികുതി പണമായി നൽകണം, ഡി ഉൽപാദനം കുറവുള്ള സമയത്ത് നികുതി നൽകേണ്ടതില്ലായിരുന്നു. ഇതിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പറയേണ്ടത്. അത് ഡി ആണ്. ഉൽപാദനം കുറവുള്ള സമയത്ത് നികുതി നൽകേണ്ടതില്ലായിരുന്നു എന്നത് തെറ്റാണ്. അത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഉൽപാദനമുണ്ടോ ഇല്ലേ എന്നത് വിഷയമല്ല, നികുതി കൃത്യമായി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്. 42. ഇന്ത്യയിൽ കോട്ടണോപോളിസ് എന്ന് അറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യയിൽ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? The city known as Cotonopolis of India is A. Ahmedabad, B. Mumbai, C. Coimbatore, D. Bengaluru. ഉത്തരം ബി ആണ്, മുംബൈ. മുംബൈ ആണ് ഇന്ത്യയിൽ കോട്ടണോപോളിസ് എന്ന് അറിയപ്പെടുന്ന നഗരം. ബി ആണ് ഉത്തരം. 43. പ്രതിശീർഷ വരുമാനം അർത്ഥമാക്കുന്നത്? പ്രതിശീർഷ വരുമാനം അർത്ഥമാക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം മീൻസ് എ മൊത്ത വരുമാനം അഗ്രിഗേറ്റ് ഇൻകം, ബി ആകെ വരുമാനം ടോട്ടൽ ഇൻകം, സി ശരാശരി വ്യക്തിഗത വരുമാനം ആവറേജ് ഇൻഡിവിജ്വൽ ഇൻകം, ഡി വിദേശ വരുമാനം ഫോറിൻ ഇൻകം. ഉത്തരം സി ആണ്, ശരാശരി വ്യക്തിഗത വരുമാനം. പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റ ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരാശരി വ്യക്തിഗത വരുമാനമാണ്, ആവറേജ് ഇൻഡിവിജ്വൽ ഇൻകം.
സി ആണ് ഉത്തരം. 44. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് മേഖലയിലാണ് വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് മേഖലയിലാണ് വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത്? ഇൻഡസ്ട്രീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്ടർ? എ. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. ബി. ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ. സി. തൃതീയ മേഖല, ടെർഷ്യറി സെക്ടർ. ഡി. ഇവയൊന്നുമല്ല, നൺ ഓഫ് ദി എബവ്. ഉത്തരം ബി ആണ്, ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ. വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത് സെക്കൻഡറി സെക്ടർ അഥവാ ദ്വിതീയ മേഖലയിലാണ്. ബി ആണ് ഉത്തരം. 45. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ്? The highest peak of peninsular India is located in A. തമിഴ്നാട്, ബി. കേരളം, സി. കർണാടകം, ഡി. ആന്ധ്രാപ്രദേശ്. ഉത്തരം ബി ആണ്, കേരളം. ഉപദ്വീപീയ ഇന്ത്യയിലെ അഥവാ പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബി ആണ് ഉത്തരം. 46. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? എ. ഡോക്ടർ വർഗീസ് കുര്യൻ, ബി. സുഭാഷ് പലേക്കർ, സി. സുന്ദർലാൽ ബഹുഗുണ, ഡി. ഡോക്ടർ MS സ്വാമിനാഥൻ. ഉത്തരം ഡി ആണ്, ഡോക്ടർ MS സ്വാമിനാഥൻ. ഡി ആണ് ഉത്തരം. 47. 1857 സൈനിക മുന്നേറ്റ കാലത്ത് രാജസ്ഥാനിലും മധ്യേന്ത്യയിലും ബ്രിട്ടീഷുകാർക്കെതിരെ മിന്നൽ ആക്രമണം അഥവാ ഗറില്ല യുദ്ധമുറ നടത്തിയത് ആരാണ്? 1857 സൈനിക മുന്നേറ്റ കാലത്ത് രാജസ്ഥാനിലും മധ്യേന്ത്യയിലും ബ്രിട്ടീഷുകാർക്കെതിരെ മിന്നൽ ആക്രമണം അഥവാ ഗറില്ല യുദ്ധമുറ നടത്തിയത് ആരാണ്? എ. ബീഗം ഹസ്രത്ത് മഹൽ, ബി. താന്തിയ തോപ്പി, സി. റാണി ലക്ഷ്മി ബായ്, ഡി. കൺവർ സിംഗ്. ഉത്തരം ബി ആണ്, താന്തിയ തോപ്പി. 1857 സൈനിക മുന്നേറ്റ കാലത്ത് രാജസ്ഥാനിലും മധ്യേന്ത്യയിലും ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ നടത്തിയത് താന്തിയ തോപ്പിയാണ്. ബി ആണ് ഉത്തരം. 48. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണവും ശേഖരവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണവും ശേഖരവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ്? എ. FCI, ബി. SBI, സി. IFCI, ഡി. ഇവയൊന്നുമല്ല. ഉത്തരം എ ആണ്, FCI. ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണവും ശേഖരവുമായി ബന്ധപ്പെട്ട സ്ഥാപനം FCI ആണ്. എ ആണ് ഉത്തരം. 49. ചുവടെ നൽകിയിട്ടുള്ളവയിൽ പ്രാദേശികവാദമേത്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ പ്രാദേശികവാദമേത്? വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ ലോക്കൽ വിൻഡ്? എ. വാണിജ്യവാദങ്ങൾ, ട്രേഡ് വിൻഡ്സ്, ബി. പശ്ചിമവാദങ്ങൾ, വെസ്റ്റർലീസ്, സി. ധ്രുവീയവാദങ്ങൾ, പോളാർ വിൻഡ്സ്, ഡി. ചിനൂക്ക്. ഇതിൽ പ്രാദേശികവാദം അഥവാ ലോക്കൽ വിൻഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്, ചിനൂക്ക്. ചിനൂക്ക് ഒരു ലോക്കൽ വിൻഡാണ്. ഡി ആണ് ഉത്തരം. 50. ഇന്ത്യയിൽ നാണയങ്ങൾ അടിച്ചിറക്കുന്നത് കോയിൻസ് ഇൻ ഇന്ത്യ ആർ ഇഷ്യൂഡ് ബൈ എ. ഫിനാൻസ് മിനിസ്ട്രി, ബി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സി. നീതി ആയോഗ്, ഡി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഉത്തരം എ ആണ്, ഫിനാൻസ് മിനിസ്ട്രി. ഇന്ത്യയിൽ നാണയങ്ങൾ അടിച്ചിറക്കുന്നത് ഫിനാൻസ് മിനിസ്ട്രിയാണ്. എ ആണ് ഉത്തരം. 51. പുരാതന നദീതട നാഗരികതകളുടെ 4 സവിശേഷതകൾ ചുവടെ തന്നിരിക്കുന്നു. അവയിൽ മെസപ്പട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ട സവിശേഷത ഏതാണ്? 4 ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഓഫ് ഏർലി റിവർ വാലി സിവിലൈസേഷൻസ് ആർ ഗിവൺ ബിലോ.
Which is the feature related to Mesopotamian civilization among them? A. മഹാസ്നാനഘട്ടം അഥവാ ഗ്രേറ്റ് ബാത്ത്. ബി. ഒസിരിസ് വിശ്വാസം അഥവാ ഒസിരിസ് കൾട്ട്. സി. ഹൈറോഗ്ലിഫിക് ലിപി. ഡി. ക്യൂണിഫോം ലിപി. ഇവയിൽ മെസപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ടത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡി ആണ്, ക്യൂണിഫോം ലിപി. ഡി ആണ് ഉത്തരം, ക്യൂണിഫോം ലിപി. 52. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയവും ഗ്രീനിച്ച് സമയവും തമ്മിൽ എത്ര വ്യത്യാസമാണ് ഉള്ളത്? എ 15 മിനിറ്റ്, ബി 12 മണിക്കൂർ, സി 5 മണിക്കൂർ 30 മിനിറ്റ്, ഡി 1 മണിക്കൂർ. ഉത്തരം സി ആണ്, 5 മണിക്കൂർ 30 മിനിറ്റ്. സി ആണ് ഉത്തരം. 53. ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പ്രതിരോധിച്ചത് എന്നായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പ്രതിരോധിച്ചത് എന്നായിരുന്നു? When did the Santals resist against the British? എ 1857, ബി 1855, സി 1812, ഡി 1859. ഉത്തരം ബി ആണ്, 1855, 1855. ബി ആണ് ഉത്തരം. 54. തിരശ്ചീനമായി കാറ്റിലൂടെയുള്ള താപവ്യാപനത്തെ എന്ത് വിളിക്കുന്നു? തിരശ്ചീനമായി കാറ്റിലൂടെയുള്ള താപവ്യാപനത്തെ എന്ത് വിളിക്കുന്നു? ഹോറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ വിൻഡ് ഈസ് ടേംഡ് ആസ് എ സംനയനം അഥവാ കണ്ടക്ഷൻ, ബി സംവഹനം അഥവാ കൺവെക്ഷൻ, സി വികിരണം അഥവാ റേഡിയേഷൻ, ഡി അഭിവഹനം അഥവാ അഡ്വെക്ഷൻ. ഉത്തരം ഡി ആണ്, അഭിവഹനം അഥവാ അഡ്വെക്ഷൻ. ഡി ആണ് ഉത്തരം. 55. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന സ്ഥലം ഏതാണ്? മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന സ്ഥലം ഏതാണ്? The main venue of the salt satyagraha in Malabar was എ മഞ്ചേരി, ബി ഒറ്റപ്പാലം, സി പയ്യന്നൂർ, ഡി മട്ടന്നൂർ. ഉത്തരം സി ആണ്, പയ്യന്നൂർ. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന സ്ഥലം പയ്യന്നൂരായിരുന്നു. സി ആണ് ഉത്തരം. 56. ആനന്ദമഠം എന്ന ശ്രദ്ധേയമായ നോവലിന്റെ കർത്താവ് ആരാണ്? ആനന്ദമഠം എന്ന ശ്രദ്ധേയമായ നോവലിന്റെ കർത്താവ് ആരാണ്? ഹു ഈസ് ദ ഓതർ ഓഫ് ദി മോസ്റ്റ് നോട്ടബിൾ നോവൽ ആനന്ദമഠ്? എ ദീനബന്ധുമിത്ര, ബി രവീന്ദ്രനാഥ ടാഗോർ, സി ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഡി പ്രേംചന്ദ്. ഉത്തരം സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 57. സ്പിന്നിംഗ് ജെന്നി എന്ന യന്ത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ആരാണ്? സ്പിന്നിംഗ് ജെന്നി എന്ന യന്ത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് ആരാണ്? ഹു ഡിസൈൻഡ് ആൻഡ് ഫ്രെയിംഡ് ദ മെഷീൻ സ്പിന്നിംഗ് ജെന്നി? എ ജെയിംസ് ഹാർഗ്രീവ്സ്, ബി സാമുവൽ ക്രോംപ്ടൺ, സി ജോൺ കെയ്, ഡി റിച്ചാർഡ് ആർക്രൈറ്റ്. ഉത്തരം എ ആണ്, ജെയിംസ് ഹാർഗ്രീവ്സ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി എന്ന യന്ത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. എ ആണ് ഉത്തരം. 58. ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തേത് ആരായിരുന്നു? ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തേത് ആരായിരുന്നു? ഹു വാസ് ദ പയനിയർ എമംഗ് ദി സോഷ്യൽ റിഫോമേഴ്സ് സ്ട്രൈവ്ഡ് ഫോർ ദി മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി? എ സ്വാമി ദയാനന്ദ സരസ്വതി, ബി രാജാറാം മോഹൻ റോയ്, സി ജ്യോതിബ ഫുലെ, ഡി സ്വാമി വിവേകാനന്ദൻ. ഉത്തരം ബി ആണ്, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച
സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തേത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. 59. ധരാതലീയ ഭൂപടങ്ങളിൽ റോഡുകൾ ചിത്രീകരിക്കുന്ന അംഗീകൃത നിറമേതാണ്? ധരാതലീയ ഭൂപടങ്ങളിൽ റോഡുകൾ ചിത്രീകരിക്കുന്ന അംഗീകൃത നിറമേതാണ്? The conventional color used to represent roads in topographical maps is A. ചുവപ്പ്, B. കറുപ്പ്, C. തവിട്ട് നിറം അഥവാ ബ്രൗൺ, D. ചാരനിറം അഥവാ ഗ്രേ. ഉത്തരം എ ആണ്, ചുവപ്പ് കളറാണ്. ചുവപ്പ് കളറാണ് റോഡുകൾ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 60. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്നത്? ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്നത് ഹൈഗ്രോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ എ. കാറ്റിന്റെ ദിശ വിൻഡ് ഡയറക്ഷൻ, ബി. അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, സി. കാറ്റിന്റെ വേഗത വിൻഡ് വെലോസിറ്റി, ഡി. ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. ഉത്തരം ഡി ആണ്, ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കുന്നത് ഹ്യൂമിഡിറ്റിയാണ്, ആർദ്രതയാണ്. ഡി ആണ് ഉത്തരം. 61. ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടം. ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടം. A source directly related to the historical event is A. പ്രാഥമിക ഉറവിടം പ്രൈമറി സോഴ്സ്, ബി. ദ്വിതീയ ഉറവിടം സെക്കൻഡറി സോഴ്സ്, സി. തൃതീയ ഉറവിടം ടെർഷ്യറി സോഴ്സ്, ഡി. റിപ്പോർട്ട് ചെയ്ത ഉറവിടം റിപ്പോർട്ടഡ് സോഴ്സ്. എ ആണ് ഉത്തരം, പ്രാഥമിക ഉറവിടം പ്രൈമറി സോഴ്സ്. ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടമാണ് പ്രാഥമിക ഉറവിടം അഥവാ പ്രൈമറി സോഴ്സ്. എ ആണ് ഉത്തരം. 62. എഡ്ഗാർ ഡെയിലിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഫലപ്രദമായ പഠന ഉപകരണം ഏത്? എഡ്ഗാർ ഡെയിലിന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഫലപ്രദമായ പഠന ഉപകരണം ഏത്? Which of the following learning material is most effective according to Edgar Dale? A. ചലിക്കുന്ന ചിത്രങ്ങൾ മോഷൻ പിക്ചർ, ബി. പ്രത്യക്ഷ അനുഭവങ്ങൾ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, സി. വാച്യബിംബങ്ങൾ വെർബൽ സിംബൽ, ഡി. ദൃശ്യബിംബങ്ങൾ അഥവാ വിഷ്വൽ സിംബൽ. ഉത്തരം ബി ആണ്, പ്രത്യക്ഷ അനുഭവങ്ങൾ ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്. ബി ആണ് ഉത്തരം. 63. സ്പഷ്ടീകരണങ്ങൾ എന്നാൽ എന്താണ്? സ്പഷ്ടീകരണങ്ങൾ എന്നാൽ എന്ത്? വാട്ട് ആർ സ്പെസിഫിക്കേഷൻസ്? എ. ദീർഘകാല ലക്ഷ്യങ്ങൾ ലോങ് ടേം ഗോൾസ്, ബി. സാമൂഹ്യശാസ്ത്ര ദർശനം വിഷൻ ഓഫ് സോഷ്യൽ സയൻസ്, സി. പൊതുവായതും വിശാലമായതുമായ നേട്ടങ്ങൾ ജനറൽ ആൻഡ് ബ്രോഡ് ഔട്ട്കംസ്, ഡി. നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ നേട്ടങ്ങൾ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ഔട്ട്കംസ്. ഉത്തരം ഡി ആണ്, നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ നേട്ടങ്ങൾ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ ഔട്ട്കംസ്. ഡി ആണ് ഉത്തരം. 64. ഏകജാതീയ ഗ്രൂപ്പുകളാക്കുന്നത് അനുയോജ്യമായത്? ഏകജാതീയ ഗ്രൂപ്പുകളാക്കുന്നത് അനുയോജ്യമായത് ഹോമോജനസ് ഗ്രൂപ്പിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ. മിടുക്കരായ പഠിതാക്കൾക്ക് ബ്രൈറ്റർ ലേണേഴ്സ്, ബി. പിന്നോക്ക പഠിതാക്കൾക്ക് ബാക്ക്വേർഡ് ലേണേഴ്സ്, സി. ശരാശരി പഠിതാക്കൾക്ക് ആവറേജ് ലേണേഴ്സ്, ഡി. എല്ലാ പഠിതാക്കൾക്കും ഓൾ ലേണേഴ്സ്. ഉത്തരം എ ആണ്, മിടുക്കരായ പഠിതാക്കൾക്ക് ബ്രൈറ്റർ ലേണേഴ്സ്. എ ആണ് ഉത്തരം. 65. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഈസ് നോൺ ആസ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ആർമ്ഡ് ഫോഴ്സസ് ഇൻ ഇന്ത്യ? എ. പ്രതിരോധ മന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ, ബി. പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ, സി. ആഭ്യന്തരമന്ത്രി ഹോം മിനിസ്റ്റർ, ഡി. ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ.
ഉത്തരം ഡി ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹമാണ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ആർമ്ഡ് ഫോഴ്സസ് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. 66. ടെലിവിഷൻ ഏതിന് ഉദാഹരണമാണ്? ടെലിവിഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ 3D ഉപകരണം 3D എയ്ഡ്, ബി ദൃശ്യ ശ്രാവ്യ ഉപകരണം ഓഡിയോ വിഷ്വൽ എയ്ഡ്, സി ഗ്രാഫിക് ഉപകരണം ഗ്രാഫിക് എയ്ഡ്, ഡി പ്രക്ഷേപണ ഉപകരണം പ്രൊജക്റ്റഡ് എയ്ഡ്. ഉത്തരം ബി ആണ്. ദൃശ്യ ശ്രാവ്യ ഉപകരണം ഓഡിയോ വിഷ്വൽ എയ്ഡ്. ബി ആണ് ഉത്തരം. 67. പാർലമെന്ററി ജനാധിപത്യം ആദ്യമായി നിലവിൽ വന്ന രാജ്യം. പാർലമെന്ററി ജനാധിപത്യം ആദ്യമായി നിലവിൽ വന്ന രാജ്യം. ദ സ്റ്റേറ്റ് ഇൻ വിച്ച് പാർലമെന്ററി ഡെമോക്രസി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഫോർ ദി ഫസ്റ്റ് ടൈം. എ ബ്രിട്ടൻ, ബി ഇന്ത്യ, സി അമേരിക്ക, ഡി കാനഡ. ഉത്തരം എ ആണ്, ബ്രിട്ടൻ. പാർലമെന്ററി ജനാധിപത്യം ആദ്യമായി നിലവിൽ വന്ന രാജ്യം ബ്രിട്ടനാണ്. എ ആണ് ഉത്തരം. 68. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ്? ദ ഇൻസ്റ്റിറ്റ്യൂഷൻ നോൺ ആസ് ഗാർഡിയൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എ കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ്, ബി ലോക്സഭ, സി സുപ്രീം കോടതി സുപ്രീം കോർട്ട്, ഡി നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ. ഉത്തരം സി ആണ്, സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം സുപ്രീം കോടതിയാണ്. സി ആണ് ഉത്തരം. 69. സാമൂഹ്യശാസ്ത്രത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? സാമൂഹ്യശാസ്ത്രത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? വിച്ച് ഈസ് നോട്ട് എ സബ്ജക്ട് ഇൻക്ലൂഡഡ് ഇൻ സോഷ്യൽ സയൻസ്. എ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ്, ബി ഭാഷാശാസ്ത്രം ലിംഗ്വിസ്റ്റിക്, സി സമൂഹശാസ്ത്രം സോഷ്യോളജി, ഡി രാഷ്ട്രതന്ത്ര ശാസ്ത്രം പൊളിറ്റിക്കൽ സയൻസ്. ഉത്തരം ബി ആണ്, ഭാഷാശാസ്ത്രം. ഭാഷാശാസ്ത്രം സാമൂഹ്യശാസ്ത്രത്തിൽ ഉൾപ്പെടുകയില്ല. ബി ആണ് ഉത്തരം. 70. ചുവടെ തന്നിരിക്കുന്നവയിൽ ദേശീയ കക്ഷി ഏതാണ്? ചുവടെ തന്നിരിക്കുന്നവയിൽ ദേശീയ കക്ഷി ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി? തെലുഗുദേശം പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, സി നാഷണൽ കോൺഫറൻസ്, ഡി അകാലിദൾ. ഉത്തരം ബി ആണ്, ബഹുജൻ സമാജ് പാർട്ടി BSP. ബഹുജൻ സമാജ് പാർട്ടി ഒരു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ബി ആണ് ഉത്തരം. 71. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മക വളർത്താൻ ഉതകുന്ന പഠനതന്ത്രമേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകത വളർത്താൻ ഉതകുന്ന പഠനതന്ത്രമേത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലേണിംഗ് സ്ട്രാറ്റജി സ്യൂട്ടബിൾ ടു പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി? എ ഡെമോൺസ്ട്രേഷൻ, ബി സിമുലേഷൻ, സി റോൾ പ്ലേ, ഡി ബ്രെയിൻ സ്റ്റോമിംഗ്. ഉത്തരം ഡി ആണ്, ബ്രെയിൻ സ്റ്റോമിംഗ്. സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി വളർത്താൻ ഉതകുന്ന പഠന തന്ത്രമാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. ഡി ആണ് ഉത്തരം. 72. ലോകസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എത്ര അംഗങ്ങളാണുള്ളത്? ലോകസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഹൗ മെനി നോമിനേറ്റഡ് മെമ്പേഴ്സ് ആർ ദർ ഇൻ ലോക്സഭ? എ 1, ബി 2, സി 3, ഡി 12. ഉത്തരം ബി ആണ്, 2. ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് 2 അംഗങ്ങളാണ്. ബി ആണ് ഉത്തരം. 73. CAI എന്നാൽ എ കമ്മ്യൂണിറ്റി എയ്ഡഡ് ഇൻസ്ട്രക്ഷൻ, ബി കോമ്പിറ്റൻസി അക്വേർഡ് ഇൻസ്ട്രക്ഷൻ, സി കോമ്പിറ്റൻസി ആഡഡ് ഇൻസ്ട്രക്ഷൻ, ഡി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ഉത്തരം ഡി ആണ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. ഡി ആണ് ഉത്തരം.
74 മൂല്യം കൽപ്പിക്കൽ എന്ന ഉദ്ദേശ്യം ഉൾക്കൊള്ളുന്നത് വാല്യൂയിങ് ഇസ് എ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് അണ്ടർ എ ബൗദ്ധിക തലത്തിൽ അഥവാ കൊഗ്നിറ്റീവ് ഡൊമൈൻ, ബി വൈകാരിക തലത്തിൽ അഥവാ അഫക്റ്റീവ് ഡൊമൈൻ, സി മനഃശാലക തലത്തിൽ സൈക്കോമോട്ടോർ ഡൊമൈൻ, ഡി സർഗാത്മക തലത്തിൽ ക്രിയേറ്റിവിറ്റി ഡൊമൈൻ. ഉത്തരം ബി ആണ്. വൈകാരിക തലത്തിൽ അഥവാ അഫക്റ്റീവ് ഡൊമൈൻ വാല്യൂയിങ് അഥവാ മൂല്യം കൽപ്പിക്കൽ എന്ന ഒബ്ജക്റ്റീവ് എന്ന അഥവാ ഉദ്ദേശ്യം ഉൾക്കൊള്ളുന്നത് അഫക്റ്റീവ് ഡൊമൈനിലാണ് അഥവാ വൈകാരിക തലത്തിലാണ്. ബി ആണ് ഉത്തരം. 75 തുടരെയുള്ളതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണയമാണ്. ഫ്രീക്വന്റ് ആൻഡ് ഇന്റർമിറ്റന്റ് ഇവാലുവേഷൻ ഈസ് എ സംരചന മൂല്യനിർണയം അഥവാ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ബി സമഗ്ര മൂല്യനിർണയം അഥവാ കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, സി ക്യുമുലേറ്റീവ് മൂല്യനിർണയം അഥവാ ക്യുമുലേറ്റീവ് ഇവാലുവേഷൻ, ഡി ആത്യന്തിക മൂല്യനിർണയം അഥവാ സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഉത്തരം എ ആണ്. സംരചന മൂല്യനിർണയം അഥവാ ഫോർമേറ്റീവ് ഇവാലുവേഷൻ. തുടരെയുള്ളതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണയം അഥവാ ഫ്രീക്വന്റ് ആൻഡ് ഇന്റർമിറ്റന്റ് ഇവാലുവേഷൻ ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അഥവാ സംരചന മൂല്യനിർണയം. എ ആണ് ഉത്തരം. 76 അന്വേഷണ ഉദ്ദേശ്യങ്ങൾ പഠിതാവിൽ വളർത്തുന്നത് എൻക്വയറി ഒബ്ജക്റ്റീവ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ ലേണർ ടു ഡെവലപ്പ് എ സംഘശേഷികൾ അഥവാ ഗ്രൂപ്പ് വർക്ക് സ്കിൽസ്, ബി മാനസിക ശേഷികൾ അഥവാ മെന്റൽ കോമ്പിറ്റൻസീസ്, സി സാമൂഹ്യ ശേഷികൾ അഥവാ സോഷ്യൽ സ്കിൽസ്, ഡി മൂല്യങ്ങളും മനോഭാവങ്ങളും വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഉത്തരം ബി ആണ്. മാനസിക ശേഷികൾ അഥവാ മെന്റൽ കോമ്പിറ്റൻസീസ്. അന്വേഷണ ഉദ്ദേശ്യങ്ങൾ അഥവാ എൻക്വയറി ഒബ്ജക്റ്റീവ്സ് ലേണറിൽ അഥവാ പഠിതാവിൽ വളർത്തുന്നത് മാനസിക ശേഷികളെയാണ് അഥവാ മെന്റൽ കോമ്പിറ്റൻസീസ് ആണ്. ബി ആണ് ഉത്തരം. 77 2015 പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്നത് 2015 പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്നത് പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് ഇൻ 2015 by എ നീതി ആയോഗ്, ബി പ്ലാനിംഗ് അതോറിറ്റി, സി ഫിനാൻസ് കമ്മിറ്റി, ഡി എക്സ്പെൻഡിച്ചർ കമ്മിറ്റി. ഉത്തരം എ ആണ്. നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ഇന്ത്യയിൽ നിലവിൽ വന്നത് നീതി ആയോഗാണ്. എ ആണ് ഉത്തരം. 78 ഗസ്റ്റാർട്ട് സിദ്ധാന്തത്തിന് അനുസൃതമായ പാഠ്യപദ്ധതി സമീപനം. ദ കരിക്കുലം അപ്രോച്ച് ബേസ്ഡ് ഓൺ ഗസ്റ്റാർട്ട് തിയറി. എ ചാക്രിക പാഠ്യപദ്ധതി സമീപനം സ്പൈറൽ കരിക്കുലം അപ്രോച്ച്, ബി ഏകകേന്ദ്ര പാഠ്യപദ്ധതി സമീപനം കോൺസെൻട്രിക് കരിക്കുലം അപ്രോച്ച്, സി ടോപ്പിക്കൽ പാഠ്യപദ്ധതി സമീപനം ടോപ്പിക്കൽ കരിക്കുലം അപ്രോച്ച്, ഡി യൂണിറ്റ് പാഠ്യപദ്ധതി സമീപനം യൂണിറ്റ് കരിക്കുലം അപ്രോച്ച്. ഉത്തരം ഡി ആണ്. യൂണിറ്റ് പാഠ്യപദ്ധതി സമീപനം യൂണിറ്റ് കരിക്കുലം അപ്രോച്ച്. ഗസ്റ്റാർട്ട് സിദ്ധാന്തത്തിന് അനുസൃതമായ പാഠ്യപദ്ധതി സമീപനമാണ് യൂണിറ്റ് പാഠ്യപദ്ധതി സമീപനം അഥവാ യൂണിറ്റ് കരിക്കുലം അപ്രോച്ച്. ഡി ആണ് ഉത്തരം. 79 പ്രയോഗത്തിലെ സ്പഷ്ടീകരണമേത്? വിച്ച് ഈസ് എ സ്പെസിഫിക്കേഷൻ അണ്ടർ ആപ്ലിക്കേഷൻ? എ പരികൽപ്പന രൂപീകരണം ഹൈപ്പോത്തിസിസ്, ബി താരതമ്യം ചെയ്യൽ കമ്പയർസ്, സി വർഗീകരിക്കൽ ക്ലാസിഫൈസ്, ഡി വിശദീകരിക്കൽ എക്സ്പ്ലെയിൻസ്. ഉത്തരം എ ആണ്. പരികൽപ്പന രൂപീകരണം
അഥവാ ഹൈപ്പോത്തിസിസ്. 80. ചുവടെ തന്നിരിക്കുന്നവയിൽ രാഷ്ട്രത്തിന് ആവശ്യമായ ഘടകം ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ രാഷ്ട്രത്തിന് ആവശ്യമായ ഘടകം ഏത്? Which of the following is an essential element of state? A. സ്വതന്ത്ര മാധ്യമങ്ങൾ, ഫ്രീ മീഡിയ. ബി. രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസ്. സി. ജനങ്ങൾ, പോപ്പുലേഷൻ. ഡി. ജനാധിപത്യം, ഡെമോക്രസി. ഉത്തരം സി ആണ്, ജനങ്ങൾ അഥവാ പോപ്പുലേഷൻ. സി ആണ് ഉത്തരം. 81. പാഠ്യപദ്ധതി നിർമ്മാണ തത്വത്തിൽ പെടാത്തത് ഏത്? പാഠ്യപദ്ധതി നിർമ്മാണ തത്വത്തിൽ പെടാത്തത് ഏത്? വിച്ച് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ? എ. ശിശു കേന്ദ്രീകൃത തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് സെന്റേർഡ്നെസ്. ബി. സാമൂഹ്യ കേന്ദ്രീകൃത തത്വം, പ്രിൻസിപ്പിൾ ഓഫ് സൊസൈറ്റി സെന്റേർഡ്നെസ്. സി. പാഠപുസ്തക കേന്ദ്രീകൃത തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ടെക്സ്റ്റ് ബുക്ക് സെന്റേർഡ്നെസ്. ഡി. അയവുള്ള പാഠ്യപദ്ധതി തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഉത്തരം സി ആണ്, പാഠപുസ്തക കേന്ദ്രീകൃത തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ടെക്സ്റ്റ് ബുക്ക് സെന്റേർഡ്നെസ്. പാഠ്യപദ്ധതി നിർമ്മാണ തത്വത്തിൽ പെടാത്തത്, കരിക്കുലം കൺസ്ട്രക്ഷന്റെ പ്രിൻസിപ്പിൾ പെടാത്തത് സി ആണ്, പാഠപുസ്തക കേന്ദ്രീകൃത തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ടെക്സ്റ്റ് ബുക്ക് സെന്റേർഡ്നെസ്. സി ആണ് ഉത്തരം. 82. ഹെർബാർഷ്യൻ പാഠാസൂത്രണ സമീപനത്തിലെ ആദ്യഘട്ടം. ഹെർബാർഷ്യൻ പാഠാസൂത്രണ സമീപനത്തിലെ ആദ്യഘട്ടം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഹെർബാർഷ്യൻ അപ്രോച്ച് ടു ലെസൺ പ്ലാനിംഗ് ഈസ്. എ. അവതരണം, പ്രസന്റേഷൻ. ബി. ബന്ധപ്പെടുത്തൽ, അസോസിയേഷൻ. സി. ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ. ഡി. സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ. ഉത്തരം സി ആണ്, ആമുഖം, ഇൻട്രൊഡക്ഷൻ. ഹെർബാർഷ്യൻ പാഠാസൂത്രണ സമീപനത്തിലെ ആദ്യഘട്ടം അഥവാ ഹെർബാർഷ്യൻ അപ്രോച്ചിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ആമുഖമാണ്, ഇൻട്രൊഡക്ഷൻ. സി ആണ് ഉത്തരം. 83. ഇന്ത്യയിൽ നിലനിൽക്കുന്ന കക്ഷി സമ്പ്രദായം ഏതാണ്? ഇന്ത്യയിൽ നിലനിൽക്കുന്ന കക്ഷി സമ്പ്രദായം ഏത്? ദ പാർട്ടി സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഈസ്. എ. ഏകകക്ഷി സമ്പ്രദായം, വൺ പാർട്ടി സിസ്റ്റം. ബി. ബഹുകക്ഷി സമ്പ്രദായം, മൾട്ടി പാർട്ടി സിസ്റ്റം. സി. ദ്വികക്ഷി സമ്പ്രദായം, ടു പാർട്ടി സിസ്റ്റം. ഡി. ഇവയൊന്നുമല്ല, നൺ ഓഫ് ദീസ്. ഉത്തരം ബി ആണ്, ബഹുകക്ഷി സമ്പ്രദായം, മൾട്ടി പാർട്ടി സിസ്റ്റം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന കക്ഷി സമ്പ്രദായം ബഹുകക്ഷി സമ്പ്രദായമാണ് അഥവാ മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. ബി ആണ് ഉത്തരം. 84. ഡാൾട്ടൺ പദ്ധതി വികസിപ്പിച്ചെടുത്തത്. ഡാൾട്ടൺ പദ്ധതി വികസിപ്പിച്ചെടുത്തത്. ഡാൾട്ടൺ പ്ലാൻ വാസ് ഡെവലപ്ഡ് ബൈ. എ. ബെഞ്ചമിൻ ബ്ലൂം. ബി. ഡ്വൈറ്റ് അലൻ. സി. ഹെലൻ പാർക്കസ്റ്റ്. ഡി. കീത്ത് ആൻഡേഴ്സൺ. ഉത്തരം സി ആണ്, ഹെലൻ പാർക്കസ്റ്റ്. ഹെലൻ പാർക്കസ്റ്റ് ആണ് ഡാൾട്ടൺ പദ്ധതി വികസിപ്പിച്ചെടുത്തത്. സി ആണ് ഉത്തരം. 85. ഒരു ശോധകത്തിന്റെ വിശ്വാസ്യത എന്നാൽ റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ് ഈസ്. ഒരു ശോധകത്തിന്റെ വിശ്വാസ്യത അഥവാ റിലയബിലിറ്റി എന്നാൽ എന്താണ്? എ. ഉപയോഗക്ഷമത അഥവാ യൂസ്ഫുൾനെസ്. ബി. വസ്തുനിഷ്ഠത, ഒബ്ജക്ടിവിറ്റി. സി. ശോധക ഫലത്തിന്റെ സ്ഥിരത, കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്. ഡി. ഉദ്ദേശ്യാധിഷ്ഠിത തത്വം, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്. ഉത്തരം സി ആണ്, ശോധക ഫലത്തിന്റെ സ്ഥിരത, കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്. അതാണ് റിലയബിലിറ്റി. ഒരു ടെസ്റ്റിന്റെ റിലയബിലിറ്റി എന്നാൽ അർത്ഥമാക്കുന്നത് ശോധകത്തിന്റെ അഥവാ ആ ടെസ്റ്റിന്റെ ഫലത്തിന്റെ സ്ഥിരതയാണ്, കൺസിസ്റ്റൻസി ഓഫ് റിസൾട്ട്. സി ആണ് ഉത്തരം. 86. സ്മരിക്കുക എന്നത് സ്പഷ്ടീകരണമായി വരുന്നത് ഏതിൽ? സ്മരിക്കുക എന്നത് സ്പഷ്ടീകരണമായി വരുന്നത് ഏതിലാണ്? റീകാൾസ് ഈസ് എ സ്പെസിഫിക്കേഷൻ അണ്ടർ. എ.
അറിവ് അഥവാ നോളജ്, ബി ഗ്രഹണം അഥവാ കോംപ്രിഹെൻഷൻ, സി പ്രയോഗം അഥവാ ആപ്ലിക്കേഷൻ, ഡി വിശകലനം അഥവാ അനാലിസിസ്. ഉത്തരം എ ആണ്, അറിവ് അഥവാ നോളജ്. സ്മരിക്കുക അഥവാ റീകോൾസ് എന്നത് സ്പഷ്ടീകരണമായി വരുന്നത് അറിവ് അഥവാ നോളജിലാണ്. എ ആണ് ഉത്തരം. 87. പ്രൊജക്റ്റ് രീതി ഉൽപ്പന്നമായി വരുന്നത്. പ്രൊജക്റ്റ് രീതി ഉൽപ്പന്നമായി വരുന്നത് പ്രൊജക്റ്റ് മെത്തേഡ് ഈസ് ആൻ ഔട്ട്കം ഓഫ് എ സ്വാഭാവികവാദത്തിന്റെ അഥവാ നാച്ചുറലിസം, ബി ആദർശവാദത്തിന്റെ അഥവാ ഐഡിയലിസം, സി യാഥാർത്ഥ്യവാദത്തിന്റെ റിയലിസം, ഡി പ്രായോഗികവാദത്തിന്റെ പ്രാഗ്മാറ്റിസം. ഉത്തരം ഡി ആണ്, പ്രായോഗികവാദത്തിന്റെ അഥവാ പ്രാഗ്മാറ്റിസത്തിന്റെ. പ്രൊജക്റ്റ് രീതി ഉൽപ്പന്നമായി വരുന്നത് അഥവാ പ്രൊജക്ട് മെത്തേഡ് ഈസ് ആൻ ഔട്ട്കം ഓഫ് പ്രാഗ്മാറ്റിസം. ഡി ആണ് ഉത്തരം. 88. ഭൂവിനിയോഗത്തിന് കൊടുക്കുന്ന പ്രതിഫലം. ഭൂവിനിയോഗത്തിന് കൊടുക്കുന്ന പ്രതിഫലം. ദ ഫാക്ടർ പേയ്മെന്റ് മെയ്ഡ് ഫോർ ലാൻഡ് ഈസ് എ വേതനം അഥവാ വേജ്, ബി ലാഭം അഥവാ പ്രോഫിറ്റ്, സി പലിശ അഥവാ ഇൻട്രസ്റ്റ്, ഡി പാട്ടം അഥവാ റെന്റ്. ഉത്തരം ഡി ആണ്, പാട്ടം അഥവാ റെന്റ്. ഡി ആണ് ഉത്തരം. 89. ജ്ഞാന നിർമ്മിതിവാദ പഠന രൂപരേഖയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ജ്ഞാന നിർമ്മിതിവാദ പഠന രൂപരേഖയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വിച്ച് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് കൺസ്ട്രക്റ്റീവിസ്റ്റ് ലേണിംഗ് ഡിസൈൻ. എ ചോദ്യം ചോദിക്കൽ ക്വസ്റ്റ്യനിങ്, ബി സചിന്തനം അഥവാ റിഫ്ലക്റ്റിംഗ്, സി സംഗ്രഹം അഥവാ റീക്യാപിറ്റുലേറ്റിംഗ്, ഡി ബന്ധിപ്പിക്കൽ അഥവാ ബ്രിഡ്ജിംഗ്. ഉത്തരം സി ആണ്, സംഗ്രഹം അഥവാ റീക്യാപിറ്റുലേറ്റിംഗ്. സി ആണ് ഉത്തരം. 90. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര? മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ രാജ്യസഭ 256, ബി 240, സി 250, ഡി 260. സി ആണ് ഉത്തരം, 250. സി ആണ് ഉത്തരം.